സുഹൃത്തുക്കളെ, ഇന്ന് 4-ാം തീയതി ആഗസ്റ്റ് 4-ാം തീയതി 2026 പിന്നെ വീഡിയോ ആണ്. എനിക്കിന്നൊരു മാരാക്കുളത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് പിന്നെ ആഗസ്റ്റിന് ചങ്ങനാശ്ശേരി ഡ്രോപ്പ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞാൻ പോകാനായിട്ട് നോർമലി നമ്മൾ പോകുന്ന പോലെ തന്നെ ആലപ്പുഴ എത്തി. അവിടെ നേരെ ചങ്ങനാശ്ശേരി റോഡാണ്. അപ്പോൾ ഫ്ലഡ് അലേർട്ട് ഞാൻ ഇപ്പോൾ പോകുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോഴും നോർമൽ ബേസ് ഫ്ലഡ് അലേർട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചുള്ളൂ. പക്ഷേ യെല്ലോ ലൈനിൽ മാത്രമേ കാണിച്ചു. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയി. ഇത് അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പിന്നെ മങ്കൊമ്പ് ആ ഏരിയയൊക്കെ കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 8-10 കിലോമീറ്ററിന് പറ്റേ ഓരോ നമ്മുടെ പാലം കഴിയുമ്പോഴും പിന്നെ ഭയങ്കര വെള്ളമാണ്. കാരണം വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കൂടെ എക്സ്ട്രീം പോർഷൻ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച് വണ്ടി ഇവിടെ ഇട്ട് പൊളിച്ച് വിൽക്കേണ്ടി വരും. കാരണം ഓരോ പാലം കയറുമ്പോഴും ഓരോ സ്ഥലം കഴിയുമ്പോഴും ആ പാലത്തിലെല്ലാം വണ്ടി നിർത്തിയിട്ട് ആളുകളിട്ട് പിന്നെ കുറേ വണ്ടിയിൽ നിന്ന് പുക വരുന്നുണ്ട്, കുറേ വണ്ടിയിൽ നിന്ന് പിന്നെ ഓരോ സാധനം ഉരുപ്പോയിട്ട് കിടക്കുന്നുണ്ട്, വണ്ടി ഓഫായി കിടക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധിച്ച് പല എന്ത് കാണാം. കാരണം ഒരു വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തോ ഒരു ഇപ്പം തന്നെ കേട്ടോ ഒരു വലിയ തിരമാല അടിച്ച് കയറുന്ന പോലെയാണ് നമുക്ക് പിന്നെ അടിച്ച് കയറുന്നത്. ഇത്രയും കോടി രൂപ മുടക്കി നമ്മൾ ഈ പാലം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ എന്ത് കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളതെന്നും എല്ലാം നമ്മൾ ഇവിടെ വഴി യാത്ര ചെയ്യുന്ന നമ്മുടെ ഡ്രൈവർമാർക്ക്, ടാക്സി സർവീസ് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പം തന്നെ പിന്നെ ഇത്രയും രൂപ മുടക്കിയിട്ടും ഈ റോഡിൻ്റെ ഒരു ദുരിതം മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് പിന്നെ ഒന്നും വേണ്ട, ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ പിന്നെ തോടിൻ്റെ അവിടെ ഒരു നല്ലൊരു വാളോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഫുട്പാത്ത് ഒരു 2 അടി കൂടെ ഒന്ന് പൊക്കി പണിതിരുന്നെങ്കിലും ചിലപ്പോൾ ഈ പ്രശ്നം മാറിയാണ്. ഇത് ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുമോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുമോ ഒന്നുമല്ല. ഇതിപ്പോൾ ഇത് തന്നെ കണ്ട ഒരു ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്, അത് റോട്ടിൽ കിടക്കുകയാണ്. ആ കയറ് കെട്ടി വലിക്കാൻ നോക്കിയിട്ട് വലിക്കാൻ പറ്റാതെ അവിടെ അതങ്ങനെ കിടക്കുകയാണ്. ഈ നഷ്ടത്തിനൊക്കെ എന്ത് ചെയ്യും? കാര്യം ഇപ്പം തന്നെ എനിക്ക് ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒരു എന്നാ പറയുക, നമ്മൾ ലോക്കായി ഇന്ന് എൻ്റെ വണ്ടി ഇവിടെ വെള്ളത്തിൽ ഇട്ട് കളയേണ്ടി വരും എന്നും മൈൻഡ് സെറ്റ് ആയിപ്പോയി. ഇപ്പം എൻ്റെ ഫ്രണ്ടേ പോകുന്ന വണ്ടി അത് കുറച്ച് കഴിഞ്ഞ് നേരെ ആ പാലം കയറി അവർ പിന്നെ പാലം കയറി അതിൻ്റെ അപ്പുറത്ത് എത്തിയപ്പോഴേക്കും അവരുടെ പിന്നെ വണ്ടിയിൽ നിന്ന് വെള്ളപ്പൊക്ക വന്നുകൊണ്ടിരിക്കുകയാണ്. സൈലൻസറിൽ നിന്ന് വെള്ള കട്ടപ്പൊക്ക വന്നുകൊണ്ടിരിക്കുക. ആ വണ്ടി നേരത്തെ തീരുമാനമായി. ഇതെൻ്റെ നേരെ മുമ്പേ അവൻ കയറ്റിക്കൊണ്ട് നേരെ പോയി എൻ്റെ ഫ്രണ്ട് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തീരെ സ്ലോയിൽ പോയപ്പോൾ അവനോർത്തത് അവന് സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞ് അടിച്ച് കയറ്റിക്കൊണ്ട് പോയതാണ്. ഞാൻ സ്ലോയിൽ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുള്ള സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഒരു 10 കിലോമീറ്റർ സ്പീഡ് റേഞ്ചിൽ ഓടിക്കാൻ നോക്കുക എന്നുള്ളൊരു മിനിമം കോമൺ സെൻസ് ഉണ്ട്. അത് ചെയ്യാത്തതാണ് ഇവൻ്റെ പ്രശ്നം. ഞാൻ അയാളെ കുറ്റം പറഞ്ഞതൊന്നുമല്ല. അയാളിപ്പോൾ വീണ്ടും കയറി മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വീണ്ടും മുമ്പോട്ട് ചെല്ലുമ്പോൾ പാലത്തിൽ അയാൾ വെള്ളപ്പോയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ആ വണ്ടിക്കാരനെ ഫ്രൈൻ ചെയ്തൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു വണ്ടി ഓരോ വണ്ടി വരുമ്പോഴും നമ്മൾ വലിയൊരു തിരമാലയിൽ പെട്ടുപോയ അവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് എത്ര ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊരു വലിയൊരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മൾ പോലെ തന്നെ ഞാനൊക്കെ ടാക്സിയാണ് ഓടിക്കുന്നത്. നമ്മൾ ഈ സാധനം ഓടിച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന കറക്റ്റ് ഞാൻ സെൻട്രൽ ലൈനിലിട്ടാണ് ഓടിച്ചിട്ട് പോകുന്നത്. കാരണം സെൻട്രൽ ലൈനിൽ മാത്രമാണ് ഒരു കുറച്ചെങ്കിലും വെള്ളക്കുറവ്. എന്നാൽ എൻ്റെ വണ്ടിയുടെ അകത്ത് വരെ വെള്ളം കയറി. അപ്പോൾ എങ്ങനെ വണ്ടിയുടെ അകത്ത് വെള്ളം കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. വണ്ടിയുടെ അടികളിലെല്ലാം ഹോളുണ്ട്, അകത്ത് കയറുന്ന വെള്ളം പുറത്തു പോകാൻ. അവിടെ കൂടെ തന്നെ അകത്തേക്കും വെള്ളം വരും. ഇവിടെ നമുക്ക് തിരിക്കാനൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം തിരിക്കുക എന്നുള്ളത് ഹെവി ടാസ്ക് തന്നെയാണ്. കാര്യം ഒന്ന് തിരിക്കുന്ന സമയത്ത് വണ്ടി ഓഫായപ്പോൾ അവിടെ വെച്ച് തീർന്ന പരിപാടി. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഒരു നോർമൽ RPM പിടിച്ച് നേരെ വണ്ടി പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം. പിന്നെ ഒറ്റ കാര്യം, ഒരിക്കലും സ്പീഡിൽ ഓടിക്കരുത്, ഒരിക്കലും നമ്മൾ പതറിപ്പോകരുത്. പക്ഷേ ഇത്രയൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഞാൻ പറയുള്ളൂ. ആ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ശരിക്കും പതറിപ്പോയത് കണ്ട. ഞാൻ പറഞ്ഞ ആ വണ്ടി സൈഡിൽ കിടന്ന അതുപോലെ ഒത്തിരി ഈ കിടക്കുന്ന വണ്ടികളിൽ മിക്കതും ഇതുപോലെ ഓടി വന്ന് പിന്നെ കംപ്ലൈൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ കിടക്കുന്നതാണ്. കാര്യം അതിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. ഇതിൽ നമ്മുടെ അധികാരത്തിലിരിക്കുന്നവരും നമ്മുടെ സർക്കാരും തന്നെയാണ് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത്.